ഉരുളക്കിഴങ്ങ് കൊണ്ട് മാത്രം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഒരു തവണ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ചെറിയ സൈസ് 4 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 2 3 എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കനം കൂട്ടിയുമല്ല അതേപോലെ ഒരുപാട് കനം കുറച്ചുമല്ല, ഒരു മീഡിയം സൈസ് കനത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കിഴങ്ങെല്ലാം ഇട്ട് കൊടുത്ത ശേഷം 1 മിനിറ്റ് ഒന്ന് ഇതേപോലെ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് മാറി കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇത് വഴുവഴുപ്പൊക്കെ മാറി കിട്ടും. 1 മിനിറ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ ഇങ്ങനെ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണിനായി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാകരുത്, കിഴങ്ങല്ലേ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം, അതായത് പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നതിൻ്റെ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വീണ്ടും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എരിവിന് ഇത് കുരുമുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമേ ഉള്ളൂ, പച്ചമുളകും ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളകിൻ്റെ ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ മെഴുക്കുവരട്ടി വേവുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പത്തെ ഗ്യാസ് അടുപ്പിൽ രസവും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയൊക്കെ ചേർത്ത് നല്ല തമിഴ്നാടൻ സ്റ്റൈലിലുള്ള രസമാണ്, നല്ല രുചിയാട്ടോ രസം കൂട്ടാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റും ഉണ്ട്. ഇത് പെരുന്നാളിൻ്റെ ബീഫാണ് കേട്ടോ. അതുകൊണ്ട് ചൂടാക്കി വെക്കുകയാണ്. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ മൂടി വെക്കരുത് കേട്ടോ, അത് ഒരുപാട് കുഴഞ്ഞു പോകും. അപ്പോൾ കുഴയാത്ത രീതിയിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ അല്ലേ, നമുക്ക് എളുപ്പത്തിലുണ്ടാക്കുന്ന ഡിഷ് വേണമെങ്കിൽ താനും അതേപോലെ നല്ല ടേസ്റ്റും ആയിരിക്കണം. അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കുകയും വേണം, നല്ല ടേസ്റ്റും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്